നമസ്കാരം. 1498 പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ കേരളത്തിലേക്ക് കാപ്പാട് കടപ്പുറത്ത് വന്ന് ഇറങ്ങുന്നത് ഒരു ചരിത്ര നിയോഗമായിരുന്നു എന്ന് പറയുവാനുള്ള കാരണം, അതിനുശേഷം യൂറോപ്പിൽ നിന്ന് ധാരാളം യൂറോപ്യന്മാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വരികയും അവർ ഇവിടെ വ്യവസായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുകയും ഒടുവിൽ പതിയെ അധികാരം തന്നെ പിടിച്ചെടുക്കുകയും ഇവിടെയുള്ള നാട്ടുരാജാക്കന്മാരെ കീഴടക്കി ഭരണം കൈക്കലാക്കുകയുമൊക്കെ ചെയ്തതുകൊണ്ടാണ്. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇന്ന് കാണുന്ന ഒരു ജനാധിപത്യ രീതിയിലേക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ നടന്നു കയറുമായിരുന്നില്ല. ടിപ്പു സുൽത്താൻ്റെയോ ബംഗാൾ നവാബിൻ്റെയോ മുഗളന്മാരുടെയൊക്കെ പിൻതലമുറക്കാർ ഇവിടെ അവരുടെ സുൽത്താനേറ്റുകൾ സ്ഥാപിച്ച് ഏകാധിപത്യ ഭരണത്തിൻ കീഴിൽ വാഴുകയാവുമായിരുന്നു ഈ പ്രദേശങ്ങൾ. എന്നാൽ അതിൽ നിന്ന് ഉള്ള ഒരു വ്യതിചലനത്തിന് കാരണമായത്, ആ ചരിത്ര നിയോഗം സംഭവിച്ചത് യൂറോപ്യന്മാർ, ബ്രിട്ടീഷുകാർ ഈ നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത് കൊണ്ടാണ്. ഏതാണ്ട് 2.25 നൂറ്റാണ്ടോളം അവർ ഇന്ത്യയെ ക്രൂരമായി അടക്കി വെച്ചു ഭരിച്ചുവെങ്കിലും പിന്നീട് നമ്മുടെ പൂർവികന്മാർ നടത്തിയ ത്യാഗോജ്വലമായ സമരങ്ങളിലൂടെ നമുക്ക് ഒരു സ്വതന്ത്ര രാജ്യം ലഭിച്ചു. ശരിക്കും 1600-കൾ മുതൽ 1700-കൾ വരെ നീണ്ട ഏതാണ്ട് 100 വർഷങ്ങൾ ഇന്ത്യൻ കാർഷിക വിപണിയുടെ സുവർണ കാലഘട്ടമായിരുന്നു. ധാരാളം യൂറോപ്യന്മാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വരികയും ഇവിടെ വ്യവസായങ്ങൾ സ്ഥാപിക്കുകയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില നൽകി അവർ വാങ്ങിക്കൊണ്ടു പോവുകയുമൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക അരാജകത്വമില്ലാതെ ജനങ്ങൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് 1600-കൾ മുതൽ 1700-കൾ വരെ നീണ്ട 100 വർഷങ്ങൾ. അതിനുശേഷം പതിയെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരം സമ്പൂർണമായും അവരുടെ കൈകളിലേക്ക് ആക്കുവാൻ തുടങ്ങി. ശരിക്കും സുപ്രധാനമായ 2 യുദ്ധങ്ങളിലൂടെയാണ്, ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും വെച്ച് നടന്ന ആ വലിയ 2 യുദ്ധങ്ങളിലൂടെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലേക്ക് വഴുതി വീണത്. 1757-ലെ പ്ലാസി യുദ്ധമായിരുന്നു അതിലൊന്ന്. പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദിയുടെ തീരത്തുള്ള പലാശി പട്ടണത്തിൽ വെച്ചായിരുന്നു പ്ലാസി യുദ്ധം നടന്നത്. 1757 ജൂൺ 23-ന് പ്ലാസി യുദ്ധം ആരംഭിച്ചു. പ്ലാസി യുദ്ധത്തിൽ വെച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാൾ നവാബിനെയും അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷിയായ ഫ്രാൻസിനെയും പരാജയപ്പെടുത്തുകയും ബംഗാളിൻ്റെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. അതോടെ ഉത്തരേന്ത്യയുടെ ഭരണം സമ്പൂർണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി. അതിനുശേഷമാണ് 1882-ൽ ടിപ്പു സുൽത്താന് നേരെ തിരിയുന്നത്. ടിപ്പു സുൽത്താൻ 1882 ആകുമ്പോഴേക്കും ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായി തീർന്നിരുന്നു. കൃഷ്ണാനദിയും പശ്ചിമഘട്ടവും
അറബിക്കടലുമൊക്കെ അതിരുകളായി വരുന്ന ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായി മാറിയിരുന്നു ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ ശരിക്കും നാട്ടുരാജ്യങ്ങളെ കീഴടക്കുക മാത്രമല്ല, അവിടെയുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ കൂട്ടക്കൊല ചെയ്യുന്നതിലും സംതൃപ്തനായിരുന്നു. അത്തരത്തിലുള്ള ഒരു മത വർഗീയ വികാരവും ടിപ്പു സുൽത്താനെ ഭരിച്ചിരുന്നു. ടിപ്പു സുൽത്താനെ 4-ാം മൈസൂർ യുദ്ധത്തിൽ വെച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഹൈദരാബാദിലെ നൈസാമും ഒരുമിച്ച് ചേർന്ന് ആക്രമിക്കുകയും ടിപ്പു സുൽത്താൻ പരാജയപ്പെടുകയും ചെയ്തു. അതോടെ ദക്ഷിണ ഇന്ത്യയുടെ അധികാരവും ബ്രിട്ടീഷ് കൈകളിലേക്ക് വന്നു. അതോടെ മറ്റു ബിസിനസ്സുകാരെയൊക്കെ, കച്ചവടക്കാരെയൊക്കെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പുറന്തള്ളുകയും അവരുടെ ശരിക്കും അധീനതയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വ്യവസായങ്ങളെ ആക്കുകയും ചെയ്തു. എവിടെയൊക്കെയാണോ അവർ അധികാരം കീഴടക്കിയത് അവിടെയൊക്കെ തന്നെ ആ കാലഘട്ടം മുതൽ അവർ വലിയ സാമ്പത്തിക ഭാരങ്ങൾ ജനങ്ങൾക്ക് മേൽ ഉണ്ടാകുന്ന വിധത്തിലുള്ള നികുതികൾ അടിച്ചേൽപ്പിക്കുകയും ജനങ്ങളെ അങ്ങേയറ്റം കൊള്ളയടിക്കുകയും സാമ്പത്തികമായി ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് ചൂഷണം ചെയ്യുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. തൽഫലമായി അവർക്കെതിരായിട്ട് ചെറിയ ചെറിയ സമരങ്ങൾ പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരുന്നു. ബംഗാളിൽ അക്കാലത്ത് ധാരാളം സൂഫിമാരും സന്യാസിമാരുമൊക്കെ കൂട്ടമായി താമസിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. 5000 പേരും 10000 പേരുമൊക്കെ കൂട്ടമായി വസിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഈ ഒരു സാമ്പത്തിക ചൂഷണം കൊണ്ട് നിരന്തരമായ പട്ടിണിയുണ്ടാവുകയും അങ്ങനെ അവർ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുകയും ചെയ്തു. അതാണ് സന്യാസി ലഹള. 1757 സന്യാസി ലഹള അല്ലെങ്കിൽ സൂഫി ലഹള നടക്കുന്നത്. എന്നാൽ ആ ലഹളയെ ബ്രിട്ടീഷുകാർ വളരെ കിരാതമായി അടിച്ചൊതുക്കുകയും ഏതാണ്ട് 500ഓളം സന്യാസിമാരും സൂഫിമാരുമൊക്കെ ആ ലഹളയിൽ മരിച്ചു വീഴുകയും ചെയ്തു. അതിനുശേഷമുണ്ടായതാണ് സാന്താൾ കലാപം. 1855 മുതൽ 1856 വരെ നീണ്ടുനിന്ന സാന്താൾ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും വലിയ ഗോത്ര യുദ്ധമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് സാന്താൾ കലാപമാണ്. ആ സാന്താൾ കലാപത്തിൽ അമ്പും വില്ലുകളുമേന്തിയ പോരാളികൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ശക്തമായി പോരാടുകയും ഏതാണ്ട് 1 വർഷം നീണ്ടു നിന്ന യുദ്ധത്തിനൊടുവിൽ അവരെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തുകയും നിഷ്കരുണം അവരെ പലരെയും കൊല ചെയ്യുകയും ചെയ്തു. ഇനിയും മറ്റൊരു വീഡിയോയിലൂടെ വരാം. നന്ദി, നമസ്കാരം.